നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. നീറ്റ് 2026 നമുക്കറിയാം, രാജ്യത്തെ MBBSൻ്റെയും BDSൻ്റെയും മറ്റ് മെഡിക്കൽ വിഭാഗത്തിൻ്റെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷയാണ് നീറ്റ് എക്സാം. മെയ് ആദ്യത്തെ ആഴ്ച നടക്കുന്നത്. നീറ്റ് എക്സാമിലൂടെ നമുക്ക് MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ഒക്കെ സീറ്റുകൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ നമ്മൾ പല വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതാനായിട്ട് neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഏറ്റവും അടുത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലുള്ള MBBS BDS പ്രവേശനത്തിനായിട്ട് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് കീം 2026 ഓൺലൈൻ അപേക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്തെ 440ഓളം ഗവൺമെന്റ് മേഖലയിലുള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെയും BDS കോളേജുകളുടെയും ഒക്കെ 15% ഗവൺമെന്റ് സീറ്റുകൾ എയിംസ്, ജിപ്മർ, AFMC, ESIC, ഡീംഡ് കോളേജുകൾ ഇങ്ങനെയുള്ള കോളേജുകളുടെ MBBS BDS പ്രവേശനത്തിന് നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കർണാടക UG CET 2026. കർണാടകത്തിലെ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും ഒക്കെ മെഡിക്കൽ പ്രവേശനത്തിനുള്ള വെബ്സൈറ്റാണിത്. നമുക്ക് കേരളീയരായിട്ടുള്ള, കേരളത്തിൽ ജനിച്ച് കേരളത്തിൽ +2 പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കർണാടകത്തിൽ നമുക്കുള്ള പ്രാധാന്യം, അല്ലെങ്കിൽ കർണാടകത്തിന് നമ്മൾ ആരാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞതുപോലെ കീം 2026 കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇത് കർണാടകത്തിൽ ജനിച്ച് കർണാടകത്തിൽ പഠിച്ച് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള ധാരാളം കാറ്റഗറി ഉണ്ട്, ധാരാളം റിസർവേഷൻസ് ഉണ്ട്, ധാരാളം നിയമങ്ങളുണ്ട് കർണാടകത്തിൽ. അതനുസരിച്ച് കർണാടകത്തിൻ്റെ സ്റ്റേറ്റ് കോട്ട നിയമം അനുസരിച്ച് അവിടുത്തെ ഗവൺമെൻറ് മേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ഒക്കെ പ്രവേശനം ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് UG CET 2026. അവിടുത്തെ ഗവൺമെൻറ് മേഖലയിലെ MBBS, സെൽഫ് ഫിനാൻസിങ് മേഖലയിലെ MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, അതുപോലെ തന്നെ എൻജിനീയറിങ്, ആർക്കിടെക്ചർ, BPharm, അങ്ങനെ അവിടുത്തെ പ്രൊഫഷണൽ കോഴ്സിലോട്ടുള്ള കർണാടകക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് UG CET 2026. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ കർണാടകത്തിൻ്റെ ഈ വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന 24 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഒരു കേരളൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് 15% സീറ്റുകൾക്ക് മാത്രമേ അർഹതയുള്ളൂ. ആ 15% ഓൾ ഇന്ത്യ കോട്ട ഗവൺമെൻറ് സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. പകരം കർണാടകത്തിൽ 20ഓളം സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ. ആ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകളുണ്ട് മറ്റുള്ള സംസ്ഥാനത്തിൽ കർണാടകത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് കർണാടക എൻട്രൻസ് കമ്മീഷൻ അനുവദിക്കുന്ന സീറ്റുകൾ. നോർമലി 12 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ് അവിടെ തുടങ്ങുന്നത് MBBSന്. അത് 16 ലക്ഷത്തിൻ്റെ സീറ്റുണ്ട്, 20 ലക്ഷത്തിൻ്റെ ഉണ്ട്, 25 ലക്ഷത്തിൻ്റെ. അങ്ങനെ കർണാടകത്തിൽ 15% സ്വകാര്യ മേഖലയിലെ സീറ്റുകൾ ആഗ്രഹിക്കുന്നവരാണ് UG CET 2026 അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മറ്റൊന്ന്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ കോളേജാണ് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ്. ആ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 55ഓളം സീറ്റുകൾ റോമൻ കാത്തലിക്സ് വിഭാഗത്തിന് കർണാടകത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും കൊടുക്കും. നമ്മുടെ കേരളീയരായിട്ടുള്ള റോമൻ കാത്തലിക്സ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പ്രവേശനം നേടുന്ന 55 സീറ്റുകൾ 2025 90,000 ഓൾ ഇന്ത്യ റാങ്ക് വരെയുള്ളവർക്ക് സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കാത്തലിക്സ് വിഭാഗത്തിന് പ്രവേശനം കിട്ടി. 8.3 lakhs. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ബാക്കിയുള്ള സീറ്റുകൾക്ക് ബാക്കിയുള്ള കോളേജുകളിൽ 12 ലക്ഷമാണ് തുടങ്ങുന്നതെങ്കിൽ സെൻറ് ജോൺസിൽ 8.3 lakhs പെർ ഇയർ ആണ് ട്യൂഷൻ ഫീസ്. അപ്പോൾ ആ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജിൽ കാത്തലിക്സ് വിഭാഗത്തിന് പ്രവേശനം വേണമെങ്കിൽ അപേക്ഷിക്കേണ്ടതും ഇപ്പോൾ തന്നെയാണ്. UG CET 2026 അപേക്ഷ കൊടുക്കണം. അതുപോലെ തന്നെ മറ്റുള്ള വിഭാഗത്തിന്, ജനറൽ ആയിട്ടുള്ള വിഭാഗത്തിന്, ഹിന്ദു വിഭാഗത്തിന്, മുസ്ലിം വിഭാഗത്തിനൊക്കെ 10 സീറ്റുകൾ സെൻറ് ജോൺസിലുണ്ട് 8.3 lakhsന്. ഓപ്പൺ മെറിറ്റ്, ഓൾ ഇന്ത്യ ഓപ്പൺ മെറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാ വിഭാഗത്തിനും 10 സീറ്റുകളുണ്ട്. അങ്ങനെ
റോമൻ കാത്തലിക്സ് വിഭാഗം അല്ലാത്തവർക്ക്, ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും സെൻറ്റ് ജോൺസിൽ പഠിക്കണമെന്ന് 8.3 ലാക്സിൽ പഠിക്കണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാം. സെൻറ്റ് ജോൺസിൻ്റെ കാര്യം, സെൻറ്റ് ജോൺസിലെ MBBS പഠനത്തിന് ശേഷം 2 വർഷം അവിടെ ബോണ്ട് ചെയ്യണമെന്നുള്ള നിയമവുമുണ്ട്. അതിനുശേഷം മാത്രമേ PG പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസിന് അനുവാദം ലഭിക്കുകയുള്ളൂ. കർണാടകത്തിൽ തന്നെ മറ്റൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജ്. അവിടെ 12 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അതൊരു ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ പോലും ഇപ്പം ഏറ്റവും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ കർണാടകത്തിന് പുറത്തുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിന് സീറ്റുകൾ കൂടുതലായിട്ട് കൊടുക്കുന്നില്ല. അവിടെ 15% ഓപ്പൺ കാറ്റഗറിക്ക് മാത്രമേ നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ പറയുന്ന 20 മെഡിക്കൽ കോളേജുകളുടെയും സെൻറ്റ് ജോൺസിൽ ഇല്ല, സെൻറ്റ് ജോൺസ് ഒഴികെയുള്ള ബാക്കിയുള്ള കോളേജുകളുടെ NRI സീറ്റിന് ആർക്ക് വേണമെങ്കിലും അപേക്ഷകൾ കൊടുക്കാം. അങ്ങനെ 30 ലക്ഷം 35 ലക്ഷം രൂപ വാർഷിക ഫീസുള്ള കർണാടകത്തിലെ NRI സീറ്റിന് വേണമെന്നുണ്ടെങ്കിലും UGCET 2026 ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. നീറ്റിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കർണാടകത്തിലെ MBBSൻ്റെയും BDSൻ്റെയും പ്രവേശനം. കർണാടകത്തിന് മാത്രമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല. എന്നാൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ അഗ്രികൾച്ചറിനും വെറ്റിനറിക്കും എഞ്ചിനീയറിങ്ങിനും ഒക്കെ പരീക്ഷ ഉണ്ട് താനും. ഇനി സെൻറ്റ് ജോൺസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നുപോയി. സെൻറ്റ് ജോൺസിൽ ഇന്ത്യൻ ഡൊമിസിൽ ലാസ്റ്റ് 7 ഇയേഴ്സെങ്കിലും ഇന്ത്യൻ ഡൊമിസിലായവർക്ക്, +1 +2 ഒക്കെ ഇന്ത്യയിൽ പഠിച്ചവർക്ക് ആയവർക്ക് മാത്രമേ സെൻറ്റ് ജോൺസിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. ലാസ്റ്റ് 7 ഇയേഴ്സ് ഇന്ത്യൻ ഡൊമിസിലായിരിക്കണമെന്ന നിബന്ധനയും സെൻറ്റ് ജോൺസിൽ മാത്രമുണ്ട്, ബാക്കിയുള്ള കോളേജുകളിലൊന്നും അതില്ല. അങ്ങനെ നമുക്ക് കർണാടകത്തിലൊരു സ്വകാര്യ മേഖലയിൽ MBBSനോ BDSനോ പ്രവേശനം നേടണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് UGCET 2026. നമ്മളുടെ കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കിലുള്ള കർണാടകത്തിൻ്റെ ബോർഡറിലുള്ള വിദ്യാർത്ഥികൾ, അവർ 7 വർഷമായിട്ട് ഈ കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കിൽ താമസിക്കുകയും +2 അവിടെ പഠിക്കുകയും കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട്, മദർ ടങ് ആയിട്ട് കന്നഡ ഉള്ളവർക്ക് അവിടെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ഏപ്രിൽ 22-ാം തീയതിയാണ് ലാംഗ്വേജ് ടെസ്റ്റ്. ഒരു 4ാം ക്ലാസ് 4th ലെവൽ സ്റ്റാൻഡേർഡിൽ ഒരു കന്നഡ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കർണാടകത്തിലെ 25% ഗവൺമെൻറ് സീറ്റുകൾക്ക് അർഹതയുണ്ട്. അത് ഈ 3 താലൂക്കിലുള്ള 7 വർഷമായിട്ട് അവിടെ സ്ഥിരതാമസക്കാരായ +2 അവിടെ പഠിച്ച കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്ലോസ് D പ്രകാരം ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുവാനായിട്ടുള്ള അവസരം. ഏപ്രിൽ 22-ാം തീയതിയാണ് എക്സാം. അതിനും ഈ CET ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അഡ്മിഷൻ BSc നഴ്സിംഗ്. നമുക്കറിയാം, മലയാളികളായിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികളാണ് ബാംഗ്ലൂർ, മൈസൂർ, മംഗലാപുരം ഒക്കെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിലൊക്കെ പഠിക്കുന്നത്. അങ്ങനെ ഇപ്പം നിംഹാൻസ് പോലുള്ളൊരു കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിംഹാൻസിൻ്റേതായിട്ടുള്ള എൻട്രൻസ് ആണ് എഴുതേണ്ടത്. അതല്ലാതെ സെൻറ്റ് ജോൺസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൈവറ്റ് കോളേജുകളിൽ BSc നഴ്സിംഗ് പ്രവേശനത്തിന് അവിടെ ഒരു പരീക്ഷ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഏപ്രിൽ 23, 24 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ. അപ്പോൾ കർണാടകത്തിൽ ഒരു BSc നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന, മാനേജ്മെൻറ്റ് സീറ്റിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും നിർബന്ധമായും UGCET 2026 അപേക്ഷ സമർപ്പിക്കുകയും ഏപ്രിൽ 23, 24 തീയതികളിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷ എഴുതുകയും ചെയ്യണം. അതും നമ്മുടെ കേരളീയരായവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് BSc നഴ്സിംഗ് പ്രവേശനം കർണാടകത്തിലെ. മറ്റൊന്ന്, കർണാടകത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിൽ, സ്വകാര്യ എഞ്ചിനീയറിംഗ് മേഖലയിൽ, സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാറുണ്ട്. എന്നാൽ അവർക്ക് പ്രവേശനം COMEDK എന്ന വെബ്സൈറ്റ് വഴിയാണ്. പണ്ട് MBBS പ്രവേശനവും COMEDK വഴിയായിരുന്നു. 12ഓളം മെഡിക്കൽ കോളേജുകൾ COMEDKയുടെ കീഴിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2020 നീറ്റ് ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി COMEDK ഇല്ല. MBBS BDSന് വേണ്ടിയിട്ട് COMEDK അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. എഞ്ചിനീയറിംഗ് സ്വകാര്യ മേഖലയിൽ കർണാടകത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ കേരളീയരായിട്ടുള്ളവർ ഇതിനല്ല അപ്ലൈ ചെയ്യേണ്ടത്. COMEDKയുടെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് COMEDKയുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം എഴുതിയാലാണ് കർണാടകത്തിൽ പ്രവേശനം കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകത്തിൽ സ്വകാര്യ മേഖലയിൽ MBBSനും BDSനും BSc നഴ്സിംഗിനും പ്രവേശനം കിട്ടണമെങ്കിൽ അപ്ലൈ ചെയ്യണം. പ്രവേശന പരീക്ഷ എഴുതേണ്ടത് BSc നഴ്സിംഗ് പ്രവേശനക്കാർ മാത്രമാണ് പരീക്ഷ എഴുതേണ്ടത്.
ഇതാണ് 23, 24 തീയതികളിൽ കർണാടകക്കാർക്കായിട്ടുള്ളവർക്ക് ഇത് പ്രധാന എക്സാമാണ്. അവിടുത്തെ എഞ്ചിനീയറിങ്ങും അഗ്രികൾച്ചറും വെറ്റിനറിയും BC നഴ്സിംഗും ഒക്കെ ഈ പരീക്ഷ വഴിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ 60 ചോദ്യങ്ങൾ വീതമുള്ളത് 23, 24 എഴുതിയാൽ BSc നഴ്സിംഗ് പ്രവേശനം കിട്ടും. നമ്മുടെ കാസർഗോഡ്, മഞ്ചേശ്വരം, ഹോസ്ദുർഗ് താലൂക്കിലുള്ളവർ കന്നഡ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിച്ചവർ ഈ 22-ാം തീയതി ലാംഗ്വേജ് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ കർണാടകത്തിൽ 25% ഗവൺമെൻറ് ഫീസിൽ പഠനം സാധ്യമാകും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2025 കർണാടകത്തിൻ്റെ ഗവൺമെൻറ് മേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും മെഡിക്കൽ കോളേജുകളുടെ ഫീസാണ്. ഏതൊക്കെ മെഡിക്കൽ കോളേജുകളാണ് കർണാടകത്തിലുള്ളതെന്നുള്ളതാണ്. ഇത് നീറ്റ് 2025 വഴി പ്രവേശനം കിട്ടിയതാണ്. ഇത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. ബാംഗ്ലൂർ മെഡിക്കൽ കോളേജും മൈസൂർ മെഡിക്കൽ കോളേജും മാണ്ഡിയും അടൽ ബിഹാരിയും ഒക്കെ. ഇവിടെ ഒരു ഗവൺമെൻറ് ഫീസ് എന്ന് പറയുന്നത് 65,000 രൂപ, ഏതാണ്ട് 64,350 രൂപയാണ് കർണാടകത്തിലെ ഗവൺമെൻറ് MBBSൻ്റെ ഫീസ്. ഇവിടെ 15% സീറ്റുകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത് നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിൽ. അത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഈ CET 2026 ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. നമ്മൾ കേരളൈറ്റ്സ്. കർണാടകത്തിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ MVJ മെഡിക്കൽ കോളേജ്, വൈദേഹി മെഡിക്കൽ കോളേജ്, AJ മെഡിക്കൽ കോളേജ്, അല്ലമീൻ, നവോദയ, ഫാദർ മുള്ളർ, സുബ്ബയ്യ, ദ ഓക്സ്ഫോർഡ്, ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കനച്ചൂർ മെഡിക്കൽ കോളേജ്, ശ്രീ ചാമുണ്ടേശ്വരി മെഡിക്കൽ കോളേജ്, അംബേദ്കർ മെഡിക്കൽ കോളേജ്, കെമ്പഗൌഡ മെഡിക്കൽ കോളേജ്, ബാസവേശ്വര, നിജലിംഗപ്പ, മഹാദേവപ്പ, വെങ്കടരമണ, ജഗദ്ഗുരു, അതുപോലെ തന്നെ SS മെഡിക്കൽ കോളേജ്, BGS ഗ്ലോബൽ മെഡിക്കൽ കോളേജ്, ശ്രീദേവി മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, സിദ്ധഗംഗ മെഡിക്കൽ കോളേജ്, രാമയ്യ മെഡിക്കൽ കോളേജ്, ആദിചുഞ്ചുനാഗരി മെഡിക്കൽ കോളേജ്, SDM മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകൾ. ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കണ്ടു ഡീംഡ് കോളേജുകൾ. ഇതിനകത്ത് ഡീംഡ് കോളേജുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ മണിപ്പാൽ മെഡിക്കൽ കോളേജ്, എനപ്പോയ, ഹെഗ്ഡെയൊക്കെ. ഇവിടെയൊക്കെ നമുക്ക് പ്രവേശനം കിട്ടുന്നത് MCCയുടെ സൈറ്റ് വഴിയാണ്. എന്നാൽ ഇവിടെയൊക്കെ 15% കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് വളരെ കുറഞ്ഞ ഫീസിൽ കിട്ടും. ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളാണ് നമുക്ക് പ്രവേശനം കിട്ടുന്നത്. ഈ കോളേജുകളിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവരുടെ ഫീസ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞ MBJ മെഡിക്കൽ കോളേജ് തൊട്ട് പറഞ്ഞെടുത്ത് കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് 1,53,000 രൂപ മാത്രമാണ് കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീസ്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള കർണാടകക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് ഫീസ്. എന്നാൽ കേരളത്തിൽ നിർഭാഗ്യവശാൽ ഇപ്പോഴും കേരളൈറ്റ്സ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിൽ എടുക്കുന്നവർക്കോ എല്ലാം ഒരേ ഫീസ് ഘടനയാണ് നിലനിൽക്കുന്നത്. ഇവിടെ പക്ഷേ കർണാടകത്തിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് ഫീസ്. എന്നാൽ അതേസമയം നമ്മൾ പ്രൈവറ്റ് മാനേജ്മെൻറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അർഹത ഇത് മാത്രമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 12 ലക്ഷം രൂപയാണ് ഫീസ്. ഇവിടെയും ഫീസ് വ്യത്യാസമുള്ള കോളേജുകളുണ്ട്. അവിടെ NRI സീറ്റോ മാനേജ്മെൻറ്റ് സീറ്റോ എടുക്കാം. ഇപ്പോൾ ഒരു NRI സീറ്റാണെങ്കിൽ ഇവിടെ 40 ലക്ഷമുണ്ട്, 44 ലക്ഷമുണ്ട്, 27 ലക്ഷമുണ്ട്, 25 ലക്ഷമുണ്ട്, 29 ലക്ഷമുണ്ട്, പല സീറ്റുണ്ട്. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ NRI ബന്ധമൊന്നും ഇല്ലെങ്കിലും വേണമെങ്കിൽ ക്യൂ സീറ്റ്, മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ CET വഴി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എടുക്കാം. അതൊക്കെയാണ് ഫീസ് സ്ട്രക്ചർ. ഇതിൽ ഈ 12 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ കർണാടകത്തിൽ അപ്ലൈ ചെയ്യാറുള്ളത്. അവിടെയും നിങ്ങൾ നോക്കുക, ചില കോളേജുകളിൽ രാമയ്യ മെഡിക്കൽ കോളേജ് നമുക്ക് കിട്ടണമെങ്കിൽ 25 ലക്ഷം രൂപയാണ് ഫീസ്. അതുപോലെ 16 ലക്ഷത്തിൻ്റെ ഉണ്ട്, 22 ലക്ഷമുണ്ട്. എല്ലാ കോളേജുകളിലും 12 ലക്ഷമല്ല. ഏതാണ്ട് 20 കോളേജുകളിൽ മാത്രമാണ് 12 ലക്ഷത്തിൻ്റെ സീറ്റുകളുള്ളത്. ബാക്കിയുള്ള കോളേജുകളിൽ ഫീസ് കൂടുതലാണ്. മിനിമം സെൻറ്റ് ജോൺസിൽ 8.3യും ബാക്കിയുള്ളിടത്ത് 12 ലക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഫീസ് സ്ട്രക്ചറിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് CETയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. കർണാടകത്തിൽ എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾ അവിടെ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഉൾപ്പെടെ 7 വർഷം പഠിക്കുകയോ കർണാടകക്കാരായിട്ടുള്ളവർക്കൊക്കെ അവരുടെ എല്ലാം പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ തന്നെയാണിത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് BSc നഴ്സിംഗും മെഡിക്കൽ ദന്തൽ വിഭാഗത്തിൽ മാത്രമാണ് മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് അർഹതയുള്ളത്. വെബ്സൈറ്റ് നിങ്ങൾ കണ്ടു കാണും. CET-online.karnataka.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ഡേറ്റ് ജനുവരി 17 മുതൽ ഫെബ്രുവരി 16 വരെയാണ്.
ഫെബ്രുവരി 16 നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. ഫീസ് അടയ്ക്കാനായിട്ട് 18 വരെയാണ് നമുക്ക് അവസരമുള്ളത്. നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ BSc നേഴ്സിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. ആ വിഭാഗക്കാർ അതിൻ്റെ ഹോൾ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഡേറ്റ് നോക്കി വ്യക്തമാക്കണം. അപ്പോൾ നമുക്ക് ഫെബ്രുവരി 16 ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. കർണാടകത്തിൽ BSc നേഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷയാണ്, PCBയുടെ പരീക്ഷയാണ് എഴുതേണ്ടത്. 60 ചോദ്യങ്ങൾ വീതമാണുള്ളത്. അതിൻ്റെ സമയം ഫിസിക്സും കെമിസ്ട്രിയും 23 നടക്കും. 24 ബയോളജി നടക്കുന്നത്. അപ്പോൾ 2 ദിവസം നിങ്ങൾ അവിടെ പോയി നിൽക്കേണ്ടതായിട്ട് വരും. ഈ ഡേറ്റിലാണ് നിങ്ങൾ കർണാടകത്തിൽ പോയി പരീക്ഷ എഴുതേണ്ടി വരുന്നത്. കർണാടകത്തിൽ മാത്രമേ എക്സാം സെൻറ്റർ അനുവദിക്കുകയുമുള്ളൂ. നമ്മൾ കർണാടകക്കാർ അല്ലെങ്കിൽ കർണാടകത്തിൽ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു. ഏതാണ്ട് നമ്മൾ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് നമുക്ക് കേരളീയരാണ്, നമ്മൾ കർണാടകത്തിൽ ജനിക്കുകയോ പഠിക്കുകയോ അച്ഛനും അമ്മയോ അവിടെ 7 വർഷം വിദ്യാഭ്യാസ കാലയളവിൽ ചിലവാകുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ ക്ലോസ് Y എന്ന എലിജിബിലിറ്റി ക്ലോസിലേക്കാണ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത്. ബാക്കിയുള്ള എലിജിബിലിറ്റി ക്ലോസുകൾ നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ക്ലോസിൽ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഗവൺമെൻറ് സീറ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. അതായത് 10ാം ക്ലാസ് അല്ലെ 12ാം ക്ലാസ് ഉൾപ്പെടെ 7 വർഷം കർണാടകത്തിൽ പഠിക്കുകയോ അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും പെർമനന്റ് അഡ്രസ്സോ അവരവിടെ 7 വർഷം പഠിക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ലോസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുന്നു. കർണാടകത്തിൽ നമ്മുടെ ഗഡിനാട് ടെസ്റ്റ് എഴുതേണ്ടത് പറഞ്ഞു. കാസർഗോഡ്, മഞ്ചേശ്വരം, നമ്മുടെ ഹോസ്ദുർഗ് താലൂക്കിലുള്ളവരാണ്. മദർ ടങ് കന്നഡയായിട്ടുള്ളവർക്കുള്ളതാണ്. ഈ ക്ലോസുകൾ ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ഓൺലൈൻ അപ്ലൈ ചെയ്യാനായി. cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റിൽ CET 2026 എന്ന ലിങ്കിൽ കയറുമ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട്, എക്സാം ഡീറ്റെയിൽസ് ഉണ്ട്. ഇതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിനുകളും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഓരോ റിയൽ ടൈം അപ്ഡേറ്റ്സുകൾ ഉണ്ടാവും. നമ്മൾ കാൻഡിഡേറ്റിന് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ യൂസർ പുതിയ രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഒരു പുതിയ യൂസറായിട്ട് 3 രീതിയിൽ മാത്രമേ ഇതിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ നമുക്ക് ആധാറിനനുസരിച്ച് ആധാറുമായിട്ടൊരു മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മൊബൈലിലോട്ടൊരു OTP വന്നിട്ട് നമുക്ക് കർണാടകത്തിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡിജി ലോക്കറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ OTP വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ KEയുടെ ഓഫീസിൽ നേരിട്ട് ചെന്നാൽ മാത്രമേ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആധാർ ഒരു മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവരെ സംബന്ധിച്ചോളം ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് താരതമ്യ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് പ്രിലിമിനറി ആയിട്ട് നോക്കുമ്പോൾ തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ മാത്രമേ കർണാടകത്തിൻ്റെ CET വെബ്സൈറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് സെൻറ് ജോൺസിലൊക്കെ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫോട്ടോയും സിഗ്നേച്ചറും മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. സെൻറ് ജോൺസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തലിക്സ് എന്ന് കൊടുത്താൽ മതിയാകും. നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ ജൂൺ മാസത്തിലാണ്. കർണാടകത്തിൻ്റെ CET ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ധാരാളം സമയമെടുക്കും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. എങ്ങനെയാണ് CETക്ക് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്, ഒരു പ്രൈവറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ കർണാടകത്തിൽ ഒരു മെഡിക്കൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ CET 2026 അപേക്ഷകൾ സമർപ്പിക്കണം. നീറ്റ് എക്സാമിൻ്റെ റിസൾട്ടിനൊക്കെ ശേഷം ഈ വെബ്സൈറ്റിൽ പുതിയതായിട്ടുള്ള ആപ്ലിക്കേഷൻ 1 ദിവസമോ 2 ദിവസമൊക്കെ മാത്രമേ ആക്റ്റീവായിട്ടുണ്ടാവുകയുള്ളൂ. ആ സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കർണാടകത്തിൽ മാനേജ്മെൻറ്റ് സീറ്റിന്, പ്രൈവറ്റ് സീറ്റിന് ഒരു സീറ്റ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫെബ്രുവരി 16 ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. വിശദമായ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസോടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.